ആ ക്യാമറ ചെയ്തോളൂ. ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. അതിനെപ്പറ്റി നോ പ്രോബ്ലം. അതെ, ഓക്കെ. അപ്പോൾ റെഡി, ആക്ഷൻ. സാറേ, എനിക്ക് പൈസ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം നാട്ടിൽ. എനിക്ക് മോൻ്റെ ഭാവിയെ പറ്റിയാണ് എനിക്ക് ചിന്തയുള്ളത്. അവൻ നാട്ടിൽ പോയി അവന് ഒരു നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കണം. ഒന്നെങ്കിലും കുറച്ച് എസ്റ്റേറ്റ് വല്ലതും വാങ്ങിച്ചു കൊടുക്കണേ. എൻ്റെ അളിയ ഞാൻ അന്ന് പറഞ്ഞില്ലയോ. റെഡി സാറേ, ഒത്തിരി ഉപകാരമുണ്ട്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ സാറേ, എന്തൊക്കെയാണോ? റെഡി, ആക്ഷൻ. സാറേ, ഞാൻ ആ പയ്യൻ്റെ വിവരം നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ. സാറ് പറഞ്ഞ പോലെ ഞാൻ ഫോളോ ചെയ്ത് ഇത് ബിന്ദു, ഇദ്ദേഹത്തിൻ്റെ പേര് ഓക്കെ സാറേ. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു ആ പയ്യൻ്റെ കാര്യം. അപ്പം സാറ് പറഞ്ഞ പോലെ ഞാൻ ഫോളോ ചെയ്ത് ഇത് ബിന്ദു, ഇത് ജോജി. ഓക്കെ, ബിന്ദു ആ പയ്യനെ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹമാണ് തെറാപ്പി ചെയ്യുന്നത്. ഇതിലൂടെ യോഗയും ചെയ്യുന്നുണ്ട്. റിയലി നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ എന്തുവാ ചെയ്യേണ്ടതെന്ന് ഉള്ളതാണ്, അല്ലെങ്കിൽ സാറിൻ്റെ ഭാഗത്തുനിന്ന് എന്തുവാണ് അഡ്വൈസ് ചെയ്യുന്നത് അതറിയാൻ വേണ്ടിയാണ് വന്നത് സാറേ. ഓക്കെ ഓക്കെ അപ്പം അതിന് നമുക്ക് ആ കൊച്ചൻ്റെ പൊതുവെ ഉള്ളൊരു അന്തരീക്ഷം മാറ്റിയെടുക്കണം. അപ്പം അവൻ്റെ മനസ്സിൽ ഒരു ഉത്സാഹം, അല്ലെങ്കിൽ അവന് ഒരു പ്രോത്സാഹനം. പ്രത്യേകിച്ച് ടീച്ചർ ആ കൊച്ചിനെ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. അവൻ നല്ല പാട്ടുകാരനാണെന്ന് ഞാൻ കേട്ടു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തെറപ്പി വളരെ മാറ്റമുണ്ട്. ഇംപ്രൂവ്മെന്റ് ആണ് ഫിസിക്കലി. നിങ്ങൾ പറയണമല്ലോ, നിങ്ങളതൊന്ന് പറയാം. അഡ്വക്കേറ്റ് സാറേ, സാറ് പറഞ്ഞതെല്ലാം എനിക്ക് കുറച്ച് മനസ്സിലായി. സാർ നാട്ടിലൂടെ സാറ്? നാട്ടിൽ മല്ലപ്പള്ളി കീർത്തിക്കാടെന്ന് പറയും. ഓ, ഞാൻ അവിടെ വന്നിട്ടുണ്ടേ. അമ്മ വീട് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങ് മലബാറിലാണ്, കോഴിച്ചാലില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഞാൻ തോമസ് സാറിനോട് പറയാം. താങ്ക് യു സാറേ. ഞാൻ ആ പയ്യൻ്റെ വിവരം നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ. സാറ് പറഞ്ഞ പോലെ ഞാൻ ഫോളോ ചെയ്ത് ഇത് ബിന്ദു, ഇദ്ദേഹത്തിൻ്റെ പേര് താങ്ക് യു. ഒത്തിരി നീട്ടിക്കൊണ്ട് പോയാലും നമ്മള് കുറച്ച് വേണമെങ്കിൽ എടുത്ത് കളയാം. കോൺവെർസേഷനിൽ ഏതിനാ പ്രാധാന്യം നോക്കിയിട്ട് ഇച്ചിരി നീണ്ടു പോകുന്നുണ്ട്. ഇത് നമ്മുടെ ഈ 3 ഷോട്ട് നമ്മളെടുത്താൽ അതൊക്കെ അവർക്ക് വേണ്ടത് അവർ അത്രേ ഉള്ളൂ. അവർക്ക് വേണ്ടത് അവർ കട്ട് ചെയ്തിടുക. ഇവിടെ ഇല്ല. ഇനി എന്നതാ ഉള്ളത്? ഇനി ഉണ്ടോ? അകത്ത് വക്കീലെടുത്ത് വക്കീലിന്റെ കൂടെ നമ്മുടെ ഇത് പറഞ്ഞല്ലോ, അരങ്ങേറ്റത്തിന്റെ പറഞ്ഞില്ലയോ? അതൂടെ ഉള്ളൂ. നമുക്ക് ഇത് അതൂടെ ഉള്ളൂ. ലോയറിന്റെ ഓഫീസ് കസേര ഇങ്ങനെ കിട്ടുന്നത് അതേമാതിരി ഇട്ടേക്കണേ. നമുക്ക് അടുത്ത ഫിലിമിന് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു തരത്തില്ല. ജോർജി അതൊരു സാറ് യഥാർത്ഥത്തിൽ ഒരു ഓഫീസറുടെ സ്റ്റൈൽ തന്നെ സാറ്. അത് പ്രത്യേകിച്ച് നമ്മളെ അമേരിക്കയിലെ ഒരു ഓഫീസർ ഒരു മലയാളി അപ്രോച്ച് ചെയ്ത് എന്താവും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഐ ഫീൽ ഷാജി എന്തോ ഷാജി ഡയറക്ഷൻ നമുക്ക്
ആക്ഷൻ. യെസ് ആക്ഷൻ. ഓ മൈ ഗോഡ്. കട്ട്. ആക്ഷൻ. എടാ ബാബുവേ, നീ എന്തിനാണ് ഈ പൊട്ടച്ചിരിക്കുന്നത്? ബാബുവേ, നീ എന്താ ഈ പൊട്ടച്ചിരിക്കുന്നത്? നീ എന്നെ ഒരുങ്ങിയിരിക്കുന്നത് എവിടെ പോകാനാ? ഞങ്ങളെല്ലാം എടാ ബാബുവേ, നീ എന്താ ഈ പൊട്ടച്ചിരിച്ചോണ്ടിരിക്കുന്നത്? നീ എവിടെ പോകാനായി ഒരുങ്ങിയത്? യോ, ഈ ബാബുവിന് എന്താ ഈ പൊട്ടച്ചിരിക്കുന്നത്? നിന്റെ അടിയനെയും കൊണ്ട് എയർപോർട്ടിൽ നീ പതുക്കെ വന്നാൽ മതി. ഇവിടെ വന്ന് മല മറിക്കാനൊന്നുമില്ല, കേട്ടല്ലോ. അതേതായാലും നന്നായി. നന്നായി താങ്ങാനുള്ള സാമ്പത്തിക ബുദ്ധിയൊന്നും അറിയില്ല. ഇതേതായാലും നന്നായി. അതേതായാലും നന്നായി പോയി. അല്ലെങ്കിൽ വന്നാലുടൻ തന്നെ അളിയൻ തിരിച്ചു പോയേ. അതേതായാലും നന്നായി. അല്ലെങ്കിൽ വന്നാലുടൻ തന്നെ അളിയൻ തിരിച്ചു പോയാൽ. ഇതൊക്കെ താങ്ങാനുള്ള സാമ്പത്തിക ബുദ്ധിയുള്ള ആളല്ല. അല്ലെങ്കിൽ അതേതായാലും നന്നായി ഓരോരോ ഭാഗം എടുക്കാം. അതേതായാലും നന്നായി പോയി. അല്ലെങ്കിൽ വന്നാലുടൻ തന്നെ അളിയൻ തിരിച്ചു പോയേനെ. അതേതായാലും നന്നായി. അല്ലെങ്കിൽ വന്ന ഉടനെ തന്നെ അളിയൻ തിരിച്ചു പോയേനെ. ഇതൊക്കെ താങ്ങാനുള്ള സാമ്പത്തിക ബുദ്ധി ഒന്നും ഉള്ള ആളല്ല അളിയൻ. റെഡി. മോഹൻ താത്തിരി പിടിക്കും. മോഹൻ ഇവിടെ അതേതായാലും നന്നായി. ഇതൊക്കെ താങ്ങാനുള്ള സാമ്പത്തിക ബുദ്ധി അതല്ല അതിന് മുമ്പ് അതേതായാലും നന്നായി. അല്ലെങ്കിൽ വന്നാലുടൻ തന്നെ അളിയൻ തിരിച്ചു പോയേനെ. അല്ലെങ്കിൽ വന്ന ഉടനെ അത് രണ്ടും പറ. ആദ്യം റെഡി. അവിടെ ലാപ്ടോപ്പ് എടുത്ത് നോക്കിയിരിക്കേ. റെഡി. ആക്ഷൻ. വന്ന ഉടനെ അളിയൻ തിരിച്ചു പോയേനെ. ഇതൊക്കെ താങ്ങാനുള്ള സാമ്പത്തിക ബുദ്ധി അളിയനുണ്ടല്ലോ ഉള്ള ആളല്ല. ഇതൊക്കെ താങ്ങാനുള്ള സാമ്പത്തിക ബുദ്ധിയുള്ള ആളല്ല. ഇതൊക്കെ താങ്ങാനുള്ള സാമ്പത്തിക ബുദ്ധിയുള്ള ആളല്ല അളിയൻ. ആരും മിണ്ടരുതേ. റെഡി. ആക്ഷൻ. അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ അളിയൻ വന്ന ഉടനെ തിരിച്ചു പോയേനെ. ഇതൊക്കെ താങ്ങാനുള്ള സാമ്പത്തിക ബുദ്ധിയുള്ള ആളല്ല അളിയൻ. കട്ട്. അത് മതി. ഈ പൊട്ടത്തരം ഒന്നും വിളിച്ച് പറയല്ല. അങ്ങനെ വരുന്നു പറഞ്ഞേ കേട്ടോ. പുള്ളിക്ക് ഇതൊന്നും താങ്ങാൻ പിന്നെ പറഞ്ഞു. ആക്ഷൻ. നീ പൊട്ടത്തരം ഒന്നും വിളിച്ച് പറയരുത് കേട്ടോ. ഓക്കെ. ഇവിടെ ഒരു കാര്യം ചെയ്യണേ. ഞങ്ങൾ ഇവിടെ ഓരോന്നും പറയുന്നതനുസരിച്ച് തല അവിടെ നിന്ന് മാറ്റണ്ട. ആ ആക്ഷനിൽ തന്നെ നിൽക്കണം. മനസ്സിലായി. ഇത് രണ്ടുകൂടെ രണ്ടാമത്തെ വാക്ക് പറ. വരുമ്പോഴേ അങ്ങേർക്ക് തോന്നും നീ ഒരു പൊട്ടനാണ്. അത് മാത്രം പറ. ഓക്കെ. റെഡി. ആക്ഷൻ. വരുമ്പോഴേ അങ്ങേർക്ക് തോന്നുന്നു നീ ഒരു പൊട്ടനാന്ന് കേട്ടോ. കട്ട്. നിനക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ലെങ്കിൽ നിന്റെ നല്ലൊരു മനസ്സുണ്ടല്ലോ എല്ലാവരെയും സ്നേഹിക്കാൻ. അത് മതി. കട്ട്. ഓപ്പളെ ഞാൻ പൊട്ടണമെന്നുമല്ല. ഡോണിക്കുട്ടനെ കുറെ നാൾ ഞാൻ നോക്കി വളർത്തിയതല്ലേ. എനിക്ക് നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കാന്നല്ലേ ഓപ്പോൾ പറയണത്. കട്ട്. ആക്ഷൻ. നീ വലിയ ബുദ്ധിമാനാ. നീ എയർപോർട്ടിൽ പോയി അളിയനെ വിളിച്ചോണ്ട് പോവാ. അത് മതി. ഒന്നുകൂടെ. ആക്ഷൻ. നീ വലിയ ബുദ്ധിമാനാ. നീ എയർപോർട്ടിൽ പോയി അളിയനെ പോയി വിളിച്ചോണ്ട് പോവാ. അത് ചെറുത് എളുപ്പം വിളിച്ചോണ്ട് വന്നല്ലേ പറയണ്ട. ആക്ഷൻ. നീ എയർപോർട്ടിൽ പോയി അളിയനെ പെട്ടെന്ന് വിളിച്ചോണ്ട് പോവാ. കട്ട്. ആക്ഷൻ. എന്നാ ഞാൻ അളിയനെ പോയി എയർപോർട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വരാം. ഓപ്പോളെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. ക്ഷീണമൊക്കെ കാണുമല്ലോ. കണ്ടല്ലോ അവിടെ ഉണ്ടല്ലോ. മാത്രമേ ഒന്നുകൂടെ എടുക്കണോ? എടുക്കണേ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അലക്സാ ക്ഷീണിച്ചല്ലേ വെള്ളം കുടിക്കാൻ? കുഞ്ഞമ്മ ക്ഷീണിച്ചെന്ന് പറഞ്ഞു. ഓക്കെ. നമ്മൾ എഴുന്നേക്കുമ്പോൾ ഞാൻ സംസാരിക്കാം. അറിയാമല്ലോ വരുന്നെന്ന് ഞാൻ അതിനെപ്പറ്റിയൊക്കെ അറിയുന്നില്ല. എന്താ ഭയങ്കര രാത്രി 20 മണിക്കൂർ ഇരുന്നിരുന്ന കാലിന്റെ പുഴ തെറ്റിയാ പറയണ്ട. അവനെന്തോ വിശേഷങ്ങളൊക്കെ നീ അമേരിക്കൻ ലൈഫാണ് നീ ഉള്ളത്. നാട്ടിലത്തെ ജീവിതം അവിടെ സംസാരമൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ഇത് പോട്ടെ. ബാക്കി കേട്ട് ചെയ്തോളാം. ബിന്ദു അടുത്ത പറഞ്ഞേ. ഒരു മിനിറ്റ്.
അടുത്ത പേപ്പറിൽ തീർന്നു. അടുത്ത പേജ് ഏതാ? ഇത് തീർന്നു. ഓ അല്ല, അന്നേരം ഫോണിൽ കൂടിയാ അലക്സ. ഇവിടെ സുഖമാണ്. വേറെ സീൻ അത് മാറ്റി വെക്കണം. കഴിഞ്ഞിട്ടുള്ള സീനായിട്ട് അല്ല പറഞ്ഞോട്ട് പോകണം. ഇതൊന്ന് വായിച്ചു. പാസ്റ്ററും എടുക്കാം. ബാക്കി ഉണ്ടെന്ന് എഴുതിയേക്കണം. തൻ്റെ കൂടെ തന്നിട്ട് അപ്പൊ ഇവരുടെ എന്ത് ചെയ്യാം, പാസ്റ്ററിന്റെ ആണോ? ഓ അതിന്റെ ഇപ്പൊ എടുത്ത് അല്ല, ഇപ്പൊ ഒന്നും വന്നിട്ടില്ലല്ലോ. എനിക്കത് ടേബിള് തങ്ങുന്നില്ലായിരുന്നല്ലോ. എടുത്ത സീൻ ഇങ്ങനെയാണ്. ഇതുവാ കാണാം എന്താ എഴുതുന്നത്. അപ്പൊ ആലോചിക്കുക എന്ത് പറഞ്ഞു. കേട്ടോ എന്തോ നോക്ക് എങ്ങനെയാ എടുത്തേക്കുന്നത്. ഒരു വായി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇനിയും പാസ്റ്ററാ അല്ല വെള്ളവിടുപ്പും വെള്ളപ്പാൻറ്റും അല്ലയോ? പാൻറ് കറുത്താണ്. അപ്പൊ ആ ഡോറ് തുറന്ന് കയറി വരണം. സഹോദരി ബെല്ല് ഷാജി ഇട്ടോളൂ സീനിനകത്ത്. എന്നിട്ട് ഒരു തുണി പോലെ വേണ്ടേ പുള്ളിക്കാർത്തിക്കും പ്രാർത്ഥിക്കുമ്പോ? ഒരു തുണി പോലെ വേണ്ടേ? ഒരു സ്കാർഫ് പോലെ വേണമെന്ന്. പിന്നെ വല്ല പ്രാർത്ഥിക്കുന്നുണ്ടോ വല്ലതും തോളെന്ന് വല്ല എടുത്തിട്ടുണ്ടോ? അല്ല ഇത് ഇടുന്നുണ്ടോ? ഇങ്ങനെ പ്രായമായ സ്ത്രീയാണ്. കാണാൻ വേണ്ടി Okay, pastor coming from India. Pastor Philip was local person Leelama. Coming to Lori house. സോഫിയുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പം ബെല്ലടിക്കുമ്പോൾ ഞാനാണ് കാവ് തുറക്കുന്നത്. സോഫിയ അടുത്ത് പോയിരിക്കുക. അല്ല പാസ്റ്റർ എത്ര ദിവസം കഴിഞ്ഞാൽ അവിടെ ഇന്നുവേ അവിടെ ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കുക. ലീലാമ അത് തുറക്കുമ്പോഴേ ഉള്ളൂ, ഡോറിന്റെ ഉള്ളൂ, മറ്റേ ഡോർ ബെൽ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ 5-6 പ്രാവശ്യം ഡോർ ബെൽ അത് ക്യാമറ മാറ്റി വെക്കണം. ഇത് ഡോർ തുറക്കുമ്പോ സൗണ്ട് വരും. ഡോർ തുറക്കുമ്പോ ബെല്ലടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇല്ല, അത് മറ്റത് ക്യാമറ ഓർഡർ ചെയ്തിട്ട് കിട്ടിയില്ല. അത് അതിന്റെ ഇത് ഡോർ ബെല്ല് അത് പോയി. അല്ലാതെ റിമോട്ട് കണക്ഷനുള്ള ബെല്ല് കിട്ടും. റിമോട്ടാ ഈ സ്വിച്ച് പുറത്ത് സ്ക്രൂ ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ബെല്ല് ഇവിടെ എലിമിറ്റ് ചെയ്ത് വെച്ചാൽ അത് നമ്മുടെ ഇതല്ലേ കോൺലെസ്. അത് എപ്പോഴും ബാറ്ററി ഇല്ലേ? എവിടെ ബാറ്ററി വാങ്ങും. റിമോട്ടിനകത്ത് വൺസിന്റെ ഇയർ പോലും മാറുന്നില്ല. അത് മേടിച്ചോ. മറ്റേത് മാറണം. ക്യാമറയുടെ ഇതിനകത്തും ബാറ്ററി മാറിക്കൊണ്ടിരുന്നേ പറ്റുള്ളൂ. എല്ലാത്തിനും അത് പവർ വേണ്ടേ. ഇതിനും എല്ലാത്തിനും ഞാൻ എന്നെ തന്നെ പഠിച്ച് ഇതന്നെ ഷായി ഒന്ന് കാണിച്ചു. ഞാൻ എന്നെ തന്നെ
ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുന്നു. ഞാൻ ബാസ്കറ്റില് കൊട്ടാരക്കരയാണ് എന്റെ സ്വദേശം. അല്ലെ സ്വദേശം അവനൊരു സ്വദേശം കൊച്ചമ്മയുടെ ചായ നല്ലതായിട്ടുണ്ട്. കൊച്ചമ്മയുടെ ചായ കൊച്ചമ്മയുടെ ചായ ഉണ്ടോ? കൊണ്ട് ഇച്ചിരി മാത്രം കഴിച്ചു. പിന്നെ മാവി കഴിക്കണ്ടേ കഴിച്ചു. നമ്മുടെ സ്ഥലം തന്നെ. ഇന്ന് കൊട്ടാരക്കര എവിടെ എനിക്ക് ഫാമിലി ഉണ്ടായിരുന്നു. ആ സൈഡിൽ വെച്ച് അതൊക്കെ എഴുതിയേക്കുന്നത്. വെല്ലടി ഒട്ടും ഇതിലെ കയറ്റുന്നുള്ളൂ. വെല്ലടിക്കുന്നപ്പോഴേ എടുക്കുന്നില്ല. വെല്ലടിക്കുന്നു വെള്ളടിക്കുമ്പോഴത്തേനും പുള്ളിക്കാരി ഡോർ തുറക്കണം. എന്നിട്ട് പുള്ളിക്കാരി ഒരു സോഫി സിസ്റ്റർ ഇല്ലായിരുന്നു. അന്നേരം പറയണം ഞാൻ അവിടെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാണ്. എല്ലാ ദിവസവും രാവിലെ ഉടനെ തന്നെ തിരിച്ചു വരാമെന്നാണ്. ഞാൻ ചോദിക്കും കയറി പ്രാർത്ഥിക്കാൻ വന്നതാണ്. പിന്നെ കയറി ഇവിടെ ഇവിടെ അല്ല ഇപ്പൊ ഞങ്ങൾ കയറി വരുന്ന വരെ സൗണ്ട് അച്ഛൻ ഉറക്കം പറയണേ. ഞാൻ എന്റെ സംശയം പറഞ്ഞായിരുന്നു. സൗണ്ട് ഉറക്കെ പറഞ്ഞാൽ ഷാജി, ഷാജി, ആ സീനിൽ അലക്സ് ഉണ്ടോ? ഈ സീനിൽ അലക്സ് ഉണ്ടോ? ഈ സീനിൽ ഷാജി ഉണ്ടോ? ഞാൻ അതിന് പോയി. ഞാൻ എന്നെ ഇവിടെ ഒന്നാലും കാണാൻ പറ്റില്ല. ഞാൻ പുറകിൽ നിന്നാലും അന്നേരം ഞാൻ എടുക്കുന്നില്ല. അങ്ങനെയൊന്നും എടുക്കുന്നില്ല. ഡയലോഗ് പറഞ്ഞു കൊടുത്തേ. അല്ല അവിടെ നിന്നോ പറയുന്ന പുറകിൽ പറഞ്ഞാൽ എവിടെ നിൽക്കുന്നു? ഇവിടെ ആ പോയി നിന്നു. ഞായറാഴ്ച അവിടെ നിന്നേ അവിടെ നിൽക്കാതെ അവിടെ അവിടുന്ന് വരണ്ടേ അവിടെ പോയി നിൽക്കാം. എന്നിട്ട് പിന്നെ മാറിയാ ഞാൻ പറയുന്ന 1500 അവനല്ലോ കേട്ടോ. ചിലര് ഇനി അവർ സോഫി ഇല്ലേ ഇവിടെ? സോഫി ആശുപത്രി വരെ പോയിരിക്കുകയാണ്. ചില ചെക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഓ ഇത് നാട്ടിൽ നിന്ന് വന്ന പാഷാണ്. നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. ഓഹോ എന്നാൽ കേറിയിരിക്കട്ടെ. സഹോദരി താങ്ക് യു. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഔറാച്ചൻ പാസ്റ്റർ. നാട്ടിൽ നിന്ന് വന്നതാ. കടമ്പനട്ടയാ സ്വദേശം. ഇവിടെ ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ വേണ്ടി വന്നതാ. അന്നേരം സഹോദരി പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാ. വലിയ ഉപകാരം പാസ്റ്റർ. ഇവിടെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. എല്ലാം എനിക്കറിയാമല്ലോ. പാസ്റ്റർ ഞാൻ ഏലപ്പാറയില്ല ജനിച്ചതും വളർന്നതും ഒക്കെ. അതൊരു കുഗ്രാമമാണെന്നറിയാമല്ലോ. 2 മാസമായിട്ട് ഞാനിപ്പോ ഇവിടെയാണ്. സോഫിയുടെ ഭർത്താവാണ് ഇവിടെ. അതാണ് എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ. ഓക്കെ ഇനി അടുത്ത എന്റെ വീട് എന്നാ പറയാനാ എന്റെ ആശുപത്രി ധോണി. ഞാൻ പുതിയതായിട്ട് വന്ന മ്യൂസിക് ടീച്ചറാണ്. ഹായ് ടീച്ചറെ. ഹായ്, എന്റെ പേര് ബിന്ദു. ബിന്ദു ടീച്ചർ ഹായ്. ഹായ്. മോൻ നന്നായിട്ട് പാട്ട് പാടുമെന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞോ? പപ്പ പറഞ്ഞു മോൻ പാട്ട് വളരെ താല്പര്യമാണ്, നന്നായിട്ട് പാടുന്നത്. ഞാൻ പാടും. അപ്പൊ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം. ചെയ്യാം. കട്ട് ഓക്കെ പാടുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടുന്നത് ഇനി പാട്ട് തുടങ്ങുകയാണ്. ഇനി കേട്ടില്ല. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആ സരിഗമ പഠിപ്പിച്ചിട്ട് സാരി ഗമ അതേമാതിരി പഠിപ്പിച്ചു. എന്നിട്ട് സ്നേഹത്തിൻ്റെ അതെ 1 മിനിറ്റ് റെഡി.
ആക്ഷൻ. പപ്പ പറഞ്ഞോ? നല്ല വൃത്തിക്ക് പാട്ടൊക്കെ പഠിച്ചോ? അടുത്ത എന്നാലും ഞാൻ അതിന് വരാം. നമുക്ക് ഇവിടെ ഒന്നുകൂടെ എണ്ണീറ്റൊന്ന് നടന്നു പോയി. ഓക്കെ. ഓക്കെ സാർ. ഇവനെ കൊണ്ട് ഞാൻ ചുറ്റി സമാധാനം കിട്ടുമല്ലോ. അവിടോട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾ അവനെ പിടിച്ചെടുന്നേ, ഞാൻ പിടിച്ചു വലിക്കുന്നു, നിങ്ങൾ ജോലി അങ്ങോട്ട് തള്ളുന്നേ. അവിടോട്ട് പോകുമ്പോഴത്തേക്ക് ആ സീൻ എടുക്കാനായിട്ട് ഞാൻ ക്യാമറ മാറ്റാം. ഇത് ഇവിടെ ഈ ചൂടോട് കിട്ടുന്നില്ല. അവിടെ പില്ലർ പിടിക്കും. അത് മതിയല്ല. പിടിച്ചോണ്ട് പോകുന്നു. മാറ്റാം. ഇവിടെ നില്ല. ഞാൻ ഈ കാണാൻ വരുന്നുണ്ടോ? ഇത് വരുന്നുണ്ടോ അവിടെ? ഇല്ല ഇല്ല. അതിനനുസരിച്ച് അവനെ എന്തോരം നശിപ്പിക്കുകയാണ്. നമ്മളെ വഴക്കുണ്ടാക്കല്ലേ? അതിന്റെ പഴയ കാലം പറയുന്നേ. ഞാൻ നാട്ടിൽ വന്നില്ലേ, അവിടുത്തെ ഒന്നുമില്ല. നമ്മൾ മുകളിൽ എന്താ സോഫ ഉള്ളതേ ഉള്ളൂ. അതുകൊണ്ട് കഴിയാണ് എന്തുകൊണ്ട് എന്റെ പാവളിയാ ജീവിതം മുന്നോട്ടുകാരി. പാവളിയാ എന്റെ ജീവിതം കോഞ്ഞാട്ടുകാരി. അമേരിക്കയാണെന്നും പറഞ്ഞ് പൊക്കി പിടിച്ചോണ്ട് വന്നതാ. ഒരു രണ്ടാം കെട്ടുകാരിയെ തലയിൽ കയറ്റി വെച്ച എന്റെ ബാബു എന്തോ പറയാനാ. തനിക്ക് സാരമില്ലതോ, എന്റെ ആദ്യത്തെ പെണ്ണുമുള്ള എന്നെ വിട്ടിട്ടാ പോയത്. അവക്ക് ഞാൻ അത്ര പോരാ. ഓ, അവള് ഹൈസ്കൂൾ ടീച്ചറാ, ഞാൻ ലോവർ പ്രൈമറി മലയാളം അധ്യാപകൻ. തെണ്ടികൾ കള്ള സർട്ടിഫിക്കറ്റ് ആകുമ്പോൾ എന്നെ പിടിച്ച് ജയിലിലിട്ടതാ. ജീവിതം അങ്ങനെ ഒത്തിരി കൈവിട്ട് നിന്ന സമയത്താ ചാച്ചപ്പൻ
എൻ്റെ പാപ്പൻ അമേരിക്കയിൽ നിന്ന് ഈ മൂദേവി എൻ്റെ തല കെട്ടിവെച്ചത്. ഓ, ഞാൻ മറക്കണം. മറക്കാനൊക്കെയുള്ളൂ ഇതൊക്കെ. ജീവിതത്തിൻ്റെ വലിയ നഷ്ടങ്ങളുടെ കണക്കാണ് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ നാട്ടിലെ കാര്യം ഓർത്തു കഴിഞ്ഞാൽ എൻ്റെ ബാവളിയ ബാറ്ററി തീർന്നു പോയില്ലേ? സോഫിയ, ഞാനൊരു കാര്യം പറയാം. നാളെ നീ എൻ്റെ കൂടെ ഒന്ന് വരണം. നമ്മുടെ മോൻ്റെ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് നാളെ. നമ്മൾ പിന്നെ പലവിധ ട്രെയിനിങ്ങിൽ കൂടി കടത്തിപ്പോയി. നല്ല എല്ലാ ട്രെയിനിങ്ങും പാസ്സായി. അവൻ്റെ ബുദ്ധിയെല്ലാം തിരിച്ചു വന്നു. അവൻ നാളെ പാട്ട് പാടാനായിട്ടുള്ള ഒരു അരങ്ങേറ്റം കുറിക്കുകയാണ്. എൻ്റെ കൂടെ നീ വന്നേ പറ്റൂ. അതാണ് വലിയൊരു കാര്യം. നിങ്ങൾ തന്നെ അങ്ങ് പോയാൽ മതി. എനിക്ക് അത് വലിയ വിശ്വാസമൊന്നുമില്ല. മടങ്ങി വന്നു. നീ ഒരു അമ്മയാണോടി സോഫിയ? എവിടെ മടങ്ങി വന്നെന്നോ? അവൻ്റെ വൃത്തക്കേട് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ പഠിക്കുക. മനസ്സിലായോ? ഈ ജീവിതത്തിൽ നമ്മളവനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവന് ജീവിതം കൊടുക്കുക നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ അതിനെ പഠിപ്പിക്കാനിരിക്കുന്നത് എനിക്കൊന്നും അറിയത്തില്ലെന്നോ. ഇത്രയും നാളിവിടെ താമസിച്ച് എന്നെ പഠിപ്പിക്കുന്നു. ഇതിൻ്റെ തലേ എന്ത് കയറത്തില്ലെങ്കിൽ പിന്നെ എൻ്റെ എന്തുവാ, ഞാൻ എന്തുവാ പറയുന്നത്? നാളെ ഏതായാലും നീ വാ. നാളെ അവൻ്റെ അരങ്ങേറ്റത്തിന് അവർ ചോദിക്കും എൻ്റെ അമ്മ എന്ത് ചെയ്യും, പപ്പ എന്ത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്ര പറയണ്ട. അലക്സ് തന്നെ അങ്ങ് പോയാൽ മതി. ഞാൻ വരുന്നില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ ദൈവമേ, ഉടലോടെ എന്നെ അങ്ങ് എടുക്ക്. ഈ അമേരിക്കയിൽ വന്നിട്ട് എന്തിനാ പിന്നെ എൻ്റെ കൂടെ അറിഞ്ഞ് തിരിച്ചേ? ഞാൻ അറിഞ്ഞു. നീ എന്നോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ മോനെ വന്നപ്പോ സൂചിപ്പിച്ചില്ലേ? ഞാൻ ബോംബെ വന്നിട്ട് എനിക്ക് തിരിച്ചു മാറപ്പോ ഈ ബോംബെ വന്നുണ്ടാക്കിയെന്ന് നിനക്ക് നാട്ടിൽ വെച്ച് പറഞ്ഞാൽ പറയാമല്ലോ. ഞാൻ ഇടപെടുത്തി ഒന്ന് ചാടുമായിരുന്നോ? ആ നാട്ടിൽ ഒത്തിരി ഉരുത്തിക്കൊണ്ട് നടന്നതാ. എൻ്റെ അടുക്കളൊന്നും പാലൊന്നും ഒഴിക്കണം. ഓണാക്കി നടക്കൂട്ടണം. ഇപ്പൊ റെക്കോർഡ് ചെയ്യാം. അതിലിപ്പോ എടുക്കുമോ? അതിജീവനത്തിന്റെ പാതയിൽ ഒരു സംവിധായകൻ. എന്തോ മലയാളമൊക്കെ വായിക്കാതെ പോലെ ഇംഗ്ലീഷ് പഠിക്കാൻ നോക്കും. ഇവിടെ ഇംഗ്ലീഷ് പഠിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല. എൻ്റെ അളിയ എന്നാ ഇന്ന മലയാളം പഠിക്കണം. എൻ്റെ അളിയ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കളിയ. ഇത്ര നാളായില്ലയോ എന്നെ 4 വരിയെങ്കിലും പഠിപ്പിക്കുക. ഓപ്പോൾ പറഞ്ഞത് ഞാൻ ഭയങ്കര ബുദ്ധിമാനാണെന്ന് എന്നെ പറ്റി. അത് ഓപ്പോക്ക് നല്ല ബുദ്ധി ഉണ്ടായിട്ടാണോ പറഞ്ഞത്? അതോ നിനക്ക് ബുദ്ധി ഉണ്ടായിട്ടാണോ? ഓക്കെ, ഞാൻ അളിയനോട് കാര്യം ചോദിക്കാം. അളിയ, നമ്മുടെ അമേരിക്കയുടെ തലസ്ഥാനം ഏതാ? ക്യൂൻസ് അല്ലടോ അളിയ. മൻഹാട്ടൻ കേട്ടിട്ടുണ്ടോ? അതാണ് അമേരിക്കയുടെ തലസ്ഥാനം. അപ്പൊ നിനക്ക് ഇതുപോലും അറിയത്തില്ല. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാ നിനക്കറിയാമോ? പറ, ഇന്ത്യയുടെ തലസ്ഥാനം ഏതാ? ഗുജറാത്ത്. ഓ, മിടുക്കൻ. അതുപോലും അറിയാൻ വയ്യാത്ത വളരെ ബുദ്ധിമാനായ മനുഷ്യനാണല്ലോ എൻ്റെ അളിയ. അത് ഡൽഹി എന്ന് പറയും. ഡൽഹി. അതിൽ ഇവിടെ എഴുതി വെച്ചേക്കുന്നേ DLI, ഡൽഹി. ഡൽഹി നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനത്തിന്റെ പേരാണ് എഴുതി വെച്ചേക്കുന്നേ. ആ, ഡൽഹിയുടെ ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട് ഡെലിവറി ഫ്രീ. അതെന്തുവാണെന്നറിയാമോ? പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാൻ വേണ്ടി ഫ്രീ ആയിട്ട് അവിടെ കൊടുക്കുന്നത് അമേരിക്കയിൽ. നാട്ടിൽ പോലെ അല്ല. ഓരോ രാജ്യത്തെ ഓരോ കടകളെല്ലാം ഡെലിവറി ഫ്രീ ആയിട്ട്. അതൊന്നും അറിയത്തില്ല. എത്ര നാളായി അമേരിക്ക വന്നിട്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പൈസ ഒത്തിരി കൊടുക്കണ്ടായോ? ഇവിടെ പെണ്ണുങ്ങൾ കയറി ചെല്ലുക, പ്രസവിക്കുക, ഫ്രീ ആയിട്ട് വിടും. അതൊക്കെയാ പഠിക്കുക. ഇതാ അമേരിക്ക. അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കേണ്ട കഴിയാടാ വരുന്നേ. അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കും. അളിയന ഇംഗ്ലീഷ് പേപ്പറിക്ക് വന്നേ. അളിയന് ഇത്രയും വലിയ പരിജ്ഞാനം ഒക്കെ ആണല്ലോ അളിയ. ഞാനിപ്പോ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു നോക്കട്ടെ. കോണോത്തിക്കുത്ത് ഏത് സ്ഥലമാണ് ഇത്? കണക്റ്റിക്കട്ടിലാണ് ഇവിടെ കോണോത്തിക്കുത്ത് എഴുതിയേക്കുന്നത്. ഇംഗ്ലീഷ്. മസ്കുട്ടോസ്. മസ്കുട്ടോസ് അല്ല, മൻഹാട്ടൻ. മൻഹാട്ടൻ. അറിയാ, അതിന് ഇംഗ്ലീഷ് അറിയാം. ഇപ്പൊ സംഭവം തന്നെ അറിയാ. നമിക്കുന്നു. നമിക്കണം.
തുടർന്ന് വരും. റിക്കാർഡ്. ആക്ഷൻ. റെഡി ആക്ഷൻ. ഇത് കാണാൻ കൂടുതൽ വീഡിയോ കൂടെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യും. എന്നാ പറ്റി? ആക്ഷൻ ആണോ? തുടങ്ങണോ? എൻ്റെ ഇപ്പൊ ചുമന്നു ഇപ്പൊ റെക്കോർഡിംഗ് ആണ്. അപ്പൊ ഇത് കോഴി സാറേ, ഞാൻ ആ പയ്യന്റെ വിവരം നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ. സാറ് പറഞ്ഞ പോലെ ഞാൻ ഫോളോ ചെയ്ത് ഇത് ബിന്ദു, ഇദ്ദേഹത്തിന്റെ പേര് ജോർജ് ആണ്. നിങ്ങൾ പറയണമല്ലോ, നിങ്ങളൊന്ന് പറയും.